അങ്ങനെ വിജയണ്ണന്റെ അവസാനത്തെ പടമായിട്ടുള്ള ജനനായകന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നു. കണ്ടിട്ട് എനിക്കൊരു ഹൈ മൊമെന്റ് ലഭിച്ചില്ല, ഒരു ഓക്കെ വാച്ച് എന്ന രീതിയിലാണ് ഉള്ളത്. അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് നൽകുന്ന രീതിയിൽ ട്രെയിലർ വന്നില്ല. പക്ഷെ എന്തായാലും ഞാൻ പടം തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണും. എന്തായാലും ഈ ഒരു പടത്തിൽ ഞാൻ കുറച്ച് എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പടം AI റിലേറ്റഡും റോബോട്ട്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കും വരിക എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ട്രെയിലർ കണ്ടപ്പം ഒരു കാര്യം മനസ്സിലായി, ഈ ഒരു പടം ഭഗവത് കേസരിയുടെ സ്റ്റോറി ലൈൻ തന്നെയായിരിക്കും. അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. അതായത് ഭഗവത് കേസരിയുടെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിരിക്കും ഈ ഒരു ജനനായകൻ. ഈ പടത്തിൽ തന്നെ, അതായത് ട്രെയിലറിൽ തന്നെ ഈ ഒരു റോബോട്ട്സിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റോബോട്ടിക് ജോണറൊക്കെ ടച്ച് ചെയ്തു പോകുന്നൊരു പടമായിരിക്കും. അപ്പോൾ ഈ ഒരു പടത്തിൽ ഒരു പ്രതീക്ഷ ഞാൻ വെക്കുന്നില്ല. പക്ഷെ വിജയണ്ണന്റെ പടമായതുകൊണ്ട് എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാൻ പ്ലാൻ ചെയ്യുന്നത്. അവസാനത്തെ പടം കൂടെ ആയതുകൊണ്ട് ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഈ ഒരു ട്രെയിലറിൽ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ട്രെയിലറിന്റെ ഒരു സീനിൽ ജെമിനായിയുടെ ലോഗോ, അതായത് അത്യാവശ്യം നല്ല പണം ഇറക്കിയിട്ടുള്ളൊരു പടത്തിന്റെ ട്രെയിലറിൽ ഒരു AI ഇമേജിന്റെ ഫുട്ടേജ് വെക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു വിജയ് പടം, ഇത്രയും വലിയ പണം ഇറക്കുന്ന ഒരു പടം, എന്നിട്ട് ഒരു നല്ലൊരു ഫുട്ടേജ് ഇല്ലാത്തത് കൊണ്ട് AI വെച്ചിട്ട് ആ ഒരു സീനിനെ കവറപ്പ് ചെയ്തത് എനിക്കെന്തോ ആ ഒരു ക്രാഫ്റ്റിനോടൊരു 100% നീതി പുലർത്താത്തത് പോലെ തോന്നി. കാരണം ഇത്രയും എഫേർട്ട് ഇട്ട് ഇറക്കുന്നൊരു പടമാകുമ്പോൾ അതിനോടൊരു ഇത് കാണിക്കേണ്ടതല്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. എന്തായാലും അത് ഒരു ശരിയായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് അല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ട്രെയിലർ ഒരു ഓക്കെ ലെവലാണ് സമ്മാനിച്ചത്. ഞാൻ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്തത് എൻ്റെ തെറ്റ്. 0 എക്സ്പെക്ടേഷൻസ് വെക്കാൻ പാടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാൻ ഈ ഒരു പടം തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണും. പിന്നെ ഈ ഒരു പടത്തിൽ AI ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നു തോന്നുന്നു, റോബോട്ട്സിനെ കുറിച്ച് സംസാരിക്കുന്നു തോന്നുന്നു. പിന്നെ അതിനേക്കാൾ ഉപരി പൊളിറ്റിക്സ് എന്തായാലും സംസാരിച്ചിരിക്കും. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക മെയിനായിട്ട്. അപ്പോൾ നല്ലൊരു പടം ആയിരിക്കും ഇതെന്ന് വിശ്വസിക്കാം. ബാക്കിയെല്ലാം ജനുവരി 9 അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു ജനനായകൻ്റെ 2-3 ട്രാക്ക് റിലീസായിട്ടുണ്ടായിരുന്നു. അതിൽ 2 ട്രാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. രാവണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടും പിന്നെ ഇതും പേരെ എന്ന് പറഞ്ഞിട്ട് വേറൊരു പാട്ടും. അത് 2 കിഡിലനായിട്ടുള്ള ട്രാക്സാണ്. പിന്നെയും കുറേ നല്ല ട്രാക്ക് ഉണ്ടാവും, അത് റിലീസായിട്ടില്ലാന്ന് തോന്നുന്നു. എന്തായാലും വെയിറ്റിംഗ്. നല്ലൊരു പടമായിട്ട് മാറട്ടെ, നല്ലൊരു ഫെയർവെൽ മൂവി ആയിട്ട് തീരട്ടെ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ കമൻറ്റ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.